നമ്മൾ ബയേൺ വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരത്തിൽ സാന്റിയാഗോയിലെ ആ വിജയം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ബയേൺ സ്വന്തമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞു പോയ അത്ലറ്റിക്കോയും ബാർസലോണയും തമ്മിലുള്ള മത്സരത്തിൽ അത്ലറ്റിക്കോ ക്യാമ്പ് നൗവിൽ വിജയം നേടുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് നമ്മെ ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ബയേൺ റിയൽ മാഡ്രിഡ് മത്സരത്തെ പോലെയല്ല അത്ലറ്റിക്കോ ബാർസലോണ തമ്മിലുള്ള മത്സരം. അവർ തമ്മിൽ എന്താ ഡിഫറൻസ്? ലാലിഗയിലാണെങ്കിലും ഡൊമസ്റ്റിക് കപ്പുകളിലാണെങ്കിലും ഇനി ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും സിമിയോണിയുടെ സംഘത്തിന് ക്യാമ്പ് നൗവിൽ ഒരു വിജയം സ്വന്തമാക്കാൻ 20 വർഷം വേണ്ടി വന്നിരിക്കുകയാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്സ്. ഒരുപാട് ഡ്രാമാറ്റിക് മൂവ്മെൻറ്റുകളിലൂടെയാണ് മത്സരം കടന്നു പോയിട്ടുള്ളത്. കുബാർസിക്ക് ആദ്യ പകുതിയിൽ റെഡ് കാർഡ് ലഭിക്കുന്നു. അത്ലറ്റിക്കോക്ക് ലഭിക്കേണ്ട റെഡ് കാർഡിനെ നിരസിക്കുന്നു. ബാർസലോണക്ക് ഹാൻഡ്ബോളിനെ ചൊല്ലി ഒരു പെനാൽറ്റി നഷ്ടമാകുന്നു. അങ്ങനെ അത്ലറ്റിക്കോക്ക് ഫേവറായിട്ടുള്ള പല തീരുമാനങ്ങളും റഫറി എടുത്തു എന്നാണ് ബാർസലോണ ആരാധകർ ഉന്നയിക്കുന്നത്. നമുക്ക് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 vs 11 അതൊരിക്കൽ പോലും കളി കാണുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം. ആദ്യ പകുതിയിൽ കുബാർസിക്ക് റെഡ് കാർഡ് ലഭിച്ച് പുറത്തുപോയതിന് ശേഷം 10 പേര് 11 പേർക്കെതിരെയാണ് കളിക്കുന്നതെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ ബാർസലോണയിൽ കണ്ടിരുന്നില്ല എന്നതാണ്. നിരന്തരം അറ്റാക്കുകൾ നടത്തുന്നു, പൊസിഷൻ കീപ്പ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്ന അത്ലറ്റിക്കോയിൽ നിന്നും പന്ത് പ്രസ് ചെയ്ത് തിരിച്ചെടുക്കുന്നു. അങ്ങനെ ഇനി സ്റ്റാറ്റ്സുകളിലാണെങ്കിൽ പോലും 10 പേരെ വെച്ച് കളിക്കുന്ന ബാർസലോണയായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. ആ ഗോൾ വന്ന വഴിയൊന്ന് നോക്കാം. ഒരു ത്രൂ ബോളിലേക്ക് ഓടുന്ന സിമിയോണിയെ ലാസ്റ്റ് മാൻ ആയിരുന്ന കുബാർസി ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. ദാറ്റ്സ് ഡെഫിനറ്റ്ലി റെഡ് കാർഡ്, അതിൽ യാതൊരു തർക്കവുമില്ല. അവിടുന്ന് ലഭിച്ച ഫ്രീ കിക്കാണ് ആദ്യ ഗോളിലേക്കുള്ള വഴിയൊരുക്കുന്നത്. ഫ്രീ കിക്കിന് വേണ്ടി അൽവാരസും ഗ്രീസ്മാനും നിൽക്കുന്നുണ്ട്. ഫ്രീ കിക്ക് ലഭിച്ച സ്പോട്ട് എന്ന് പറയുന്നത് അൽവാരസിൻ്റെ ഫേവറേറ്റ് പൊസിഷനുകളിൽ ഒന്നാണ്. അദ്ദേഹം തന്നെ എടുക്കുന്നു. നോ ചാൻസ്. ബാർസലോണയുടെ വാളിനായിക്കോട്ടെ ഗാർഷ്യക്ക് ആയിക്കോട്ടെ ഒരവസരവും നൽകാതെ റൈറ്റ് ടോപ്പ് കോർണറിലേക്ക് ആ പന്ത് വന്ന് പതിക്കുന്നു. പ്യൂർ അർജന്റൈൻ മാജിക് അവിടെ പിറക്കുന്നു. ദാറ്റ്സ് മേക്ക് 1-0. 60 മിനിറ്റൊക്കെ ആയപ്പോൾ സിമിയോണി ടീമിൽ ചേഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പകരക്കാരനായി എത്തിയ താരമായിരുന്നു സൊർലോത്ത്. അദ്ദേഹത്തിലൂടെ തന്നെ രണ്ടാം ഗോളും പിറക്കുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെ മാത്യാവ് നൽകുന്ന ക്രോസ് ബോളിന് ആസ് എ സ്ട്രൈക്കർ എന്താണ് അവിടെ ചെയ്യേണ്ടത് അത് കൃത്യമായി നോർവീജിയൻ മുന്നേറ്റ താരം ചെയ്തു എന്നതാണ്. ഇറ്റ്സ് ഗോയിങ് ടു 2-0. ആ ഗോളിൽ തന്നെ ബാർസലോണക്കെതിരെ ചരിത്ര വിജയം നേടാൻ അത്ലറ്റിക്കോക്ക് സാധിക്കുന്നു. ബാർസലോണയുടെ നിരയിലെ ലാമിൻ യമാലിൻ്റെയും മാർക്കോസ് റാഷ്ഫോർഡിൻ്റെയും ഒക്കെ പ്രകടനം. ഒരാളെ നഷ്ടപ്പെട്ട നമ്മൾ 11 പേർക്കെതിരെയാണ് ഇനിയുള്ള 45 മിനിറ്റുകൾ കളിക്കാനുള്ളത് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും തളരാത്ത മനസ്സുമായി അത്ലറ്റിക്കോയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്ന അവരുടെ പോരാട്ടവീര്യം പ്രശംസാർഹിക്കുന്നതാണ്. രണ്ടാം പാദം വരാനിരിക്കുകയാണ്. മെട്രോപൊളിറ്റാനയിലാണ്. അത്ലറ്റിക്കോക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്, 2 ഗോളിൻ്റെ ലീഡുമുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബാർസലോണക്ക് കാര്യങ്ങൾ സിമ്പിളായിരിക്കില്ല എന്നാണ്.